ഹലോ ഗൈസ്, നമ്മളങ്ങനെ ഫൈനലി സാരി. ഞാൻ കാര്യം ചോദിക്കട്ടെ, ഈ പകുതി കിട്ടി സ്നേഹിച്ചിന്റെ അടുത്തേക്ക് പോയി തന്റെ ഇതിൽ ഓർമ്മയിലില്ല? പകുതി കിട്ടുന്ന ഭയങ്കര അടിയാണ്. അങ്ങനല്ല അങ്ങനല്ല, കാണട്ടെ, ലോകം മൊത്തം അറിയണം, ലോകം മൊത്തം അറിയണം. തുടക്കി വേണ്ടേ? ഇപ്പഴാ കാണുന്നത് എല്ലാരും. യെസ്, ലോകം മൊത്തം അറിയണം ഇവിടെ എന്താ നടക്കുന്നുള്ളത്. അടികൾ. അപ്പൊ ഗൈസ്, നമ്മളിപ്പോ അവസാനം ഫൈനലി സാരി കൊടുത്തിട്ട്, അവസാനം ഫൈനലി രണ്ടും തന്നെയാണ്. രണ്ട് സാരി കൊടുത്തിട്ട് നമ്മൾ തഞ്ചാവൂർ പുതിയ ഇപ്പൊ ഇട്ട വ്ലോഗല്ലേ, ഇന്നത്തെ അല്ലേ? അപ്പൊ സ്റ്റാർട്ടിങ് അല്ലേ, ഫൈനലി അതല്ല ഇന്നലത്തെ. അതന്നെ, അങ്ങനെയല്ലേ സെക്കൻഡ് പാർട്ടൊക്കെ ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മള് സാരി കൊടുത്തിട്ട് ഇനി തഞ്ചാവൂര് പോയിട്ട് ഫോട്ടോഷൂട്ട് എടുക്കാൻ പോവാണ്. അപ്പൊ ഇതാണ് നമ്മുടെ കോസ്റ്റ്യൂം. ഞാനിതാണ് ചെന്നൈ സിൽക്സ് എന്ന് വാങ്ങിയ സാരി. ഇത് നോറാ മുസ്കന്റെ ചെറുതായിട്ട് ആരി സാരിയാണല്ലേ. ഇന്ത്യയിലുണ്ട്, പക്ഷെ ഞാൻ എന്റെ സാരി നോക്കട്ടെ. ഇതാണ് അപ്പൊ എന്റെ കോസ്റ്റ്യൂം. റെഡ് സാരി. ഇത് നോറവാ ലീനുവാ, ഞാൻ ഇതിനെടുത്തോണ്ട്. ഇത് മതി. തെറ്റി പിണങ്ങി നിൽക്കുന്ന ലിനുവിനെ കാണാൻ. അപ്പൊ ഇതാണ് ഞാൻ ഇന്നലെ വാങ്ങിയ, റെഡിമെയ്ഡ് ബ്ലൗസ് ഫ്രം ചെന്നൈ സിൽക്സ്. യസ്മിനാന്ന് വാങ്ങിയ. പിന്നെ സാരി ചെന്നൈ സിൽക്സ് വാങ്ങിയാണ്, ഫുൾ റെഡ്. അത് നമ്മുടെ റസ്മിൻ ഭായ്. സാരി അല്ല, ബട്ട് ജീൻസ് ആൻഡ് ടോപ്പാണ്. അതെ, കുറച്ച് വ്യൂസ് ഉള്ളു, പ്രത്യേകിച്ചൊന്നും വരില്ല. ഇതാണ് ഞാൻ ഫാൻസി വളകളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി തരാം. ഇപ്പൊ സമയം 9:30 നമ്മൾ എണീച്ചത് 5 മണിക്കാണ്. ഞാനോ പിന്നെ പോസ് ചെയ്യാം. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഇല്ല, ഞാൻ നോറ കമോൺ. ഇതാണ് ഇവരുടെ ഔട്ട്ഫിറ്റ്. സ്നേഹിച്ച് മൊത്തത്തിൽ വെളുത്തിട്ട് പാറി നിൽക്കുന്നു, ചുമന്ന് അങ്ങ് തിളങ്ങി നിൽക്കുന്നു കേട്ടോ. നോറയുടെ ഡ്രസ്സ് നിങ്ങൾ പറയാം, കമന്റ് ചെയ്താൽ മതി കൂടുതലുണ്ടോ കുറവുണ്ടോ. അത് ഈ കളറും കൂടെ ഒന്ന് നിശ്ചയിച്ച് പിന്നെയും ബ്രൈറ്റ് ആവുമല്ലോ. അതല്ലേ പറയുന്നേ മനസ്സിലാക്കാൻ. സ്നേഹിച്ച് ഒരെണ്ണം വെച്ചാ മതി. റോസ് മാത്രം വെക്ക. ഞാൻ എല്ലാരും ജനറലി വിളിച്ചപ്പോ എല്ലാരും നീ വാങ്ങണ്ടേ. നമ്മളിപ്പോൾ ഫോട്ടോഷൂട്ടിന് വേണ്ടി ഇവിടെ എത്തിയില്ലോ. വ്ളോഗാണ്. അപ്പം നമ്മളൊരു ഫോട്ടോഷൂട്ടിന് പ്രാർത്ഥിക്കാനും കൂടിയിട്ട് അമ്പലത്തേക്ക് വന്നിട്ടുണ്ട്. ബൃഹദീശ്വർ ടെമ്പിൾ. ഇതൊക്കെ വെയിലായിട്ട് തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ ടെമ്പിളൊക്കെ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയൊരു കൊലുസ് വേണമെന്നിട്ട് അത് വാങ്ങാൻ നിൽക്കണേ. നമ്മുടെ ടെമ്പിൾ വിസിറ്റ് ഒക്കെ കഴിഞ്ഞു. അപ്പം നമ്മളിനി നേരെ റൂമിലേക്ക് വന്നിരിക്കുകയാണ് ഗൈസ്. ഞാൻ കുപ്പിപ്പാട്ട പറക്കിയിട്ട് ഗൈസ്, എന്റെ കാറായി പോയല്ലോ. ഞാൻ എടുത്തിട്ടുണ്ട് ഒരു കുപ്പി. ഇല്ല. അപ്പോൾ ഇനി ഇന്നത്തെ തഞ്ചാവൂർ ടെമ്പിൾ വിസിറ്റ് കഴിഞ്ഞു. ഇനി നോറയ്ക്ക് ഫോട്ടോ കിട്ടിയില്ല, നല്ല പരാതി. കാരണം ഞങ്ങൾ വീണ്ടും ഇന്നലെ വൈകുന്നേരം പോയ അമ്പലത്തിലേക്ക് വീണ്ടും പോവുകയാണ് വൈകുന്നേരം. പക്ഷെ ഞാനും ലീവ് മാറ്റേണ്ട അറിയില്ല, ഞാൻ മാറ്റേണ്ട സാരി മാറ്റുകയാണ്. ഞങ്ങൾക്ക് കൊണ്ട് ഏറ്റെടുക്കാൻ വയ്യ, സാരി എടുത്ത് പോവും.
നമുക്കത് ബസ്സിലും വണ്ടിയിലൊന്നും പോവാൻ അപ്പോൾ ഇതാണ് നമ്മുടെ ഹോട്ടൽ. ഞാൻ നമ്മുടെ സാരി ഒക്കെ അഴിച്ചിക്കാൻ പോവാണ്. കുറച്ച് വീഡിയോസ് ഒക്കെ ഇട്ട്. എനിക്ക് 2 പൂവുണ്ട്. കരിഞ്ഞോ? അയ്യോ അതെങ്ങനെ? ഇതാണ് ഞങ്ങളെ റൂമിന്റെ അവസ്ഥ. എല്ലാം എൻ്റെ ഉണ്ട്. ഇതാണ് റൂമിന്റെ അവസ്ഥകള്. നിക്ക്. അപ്പൊ നമ്മൾ ഈ സാധനമൊക്കെ വാങ്ങിയിട്ടുണ്ട്. മറ്റേ തഞ്ചാവൂർ പാവകൾ. നോറയ്ക്ക് എന്തോ സാധനം വാങ്ങാണ്ടെന്നിട്ട് ഞങ്ങൾ ചെന്നൈ സിൽക്സിൽ പോവാണ്. തുണിയില്ല, ഞാൻ പോവാൻ തുണിയില്ല എന്ന് പറഞ്ഞു. സാരി എടുത്ത് പോകണമെന്നുണ്ട്. പക്ഷെ ഇപ്പോൾ സാരി ഇല്ല. പക്ഷെ നമ്മൾ വേറെ സാരി കൊടുക്കുന്നതായിരിക്കും അല്ലേ വൈകുന്നേരത്തേക്ക്. സാരിന്റെ കളേഴ്സ് ഓർമ്മ നോറ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. സാരി എടുക്കണം എന്ന് വിചാരിച്ചു. പക്ഷെ ചുരിദാർ കണ്ടപ്പോൾ ചുരിദാർ എടുക്കാൻ നിൽക്കുകയാണ്. നോറ ശരിക്കും അൺപ്രഡിക്റ്റബിൾ ആണ്. ഈ ബിഗ് ബോസിലുള്ള പോലെ തന്നെ എന്താണ് ഏതാണ് എപ്പോഴാണ് എന്താ ചെയ്യുന്നൊന്നും ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പം കിട്ടണം എന്താ ചെയ്യുക അപ്പം ചെയ്യും. ഇപ്പോഴും എന്താ ചെയ്യണമെന്ന് അറിയില്ല. ഡ്രസ്സിംഗ് റൂമിലാണ് ഒരു അപശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അത് തികച്ചും നോറയാണ്. ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് നോറേൻ്റെ ഡ്രസ്സ് വിഭൂഷിതയായിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഒരാളെ സജഷൻ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. ചെന്നൈ സിൽക്സിലാണ്. ചെന്നൈ സിൽക്സ് തൂത്തുവാരി കൊണ്ടുപോകും. ഇന്ന് നേരത്തെ ഇവിടുത്തെ ഒരാൾ പറയുന്നുണ്ട് ഇത് അന്ന് പെരിയ കോവില് ഡ്രസ്സ് എടുക്കാൻ വന്ന ആളല്ലേ. നോറ അത്രയും ഫേമസ് ആണ്. നോറ തന്നെ സ്വയം അവരോട് പറഞ്ഞു ഞാൻ ബിഗ് ബോസ് സെലിബ്രിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലാണ്. അപ്പൊ നോറ ഇതിന്റെ ഉള്ളിലാണ് ഡ്രസ്സിങ് റൂമില്. അവസാന മിനിറ്റില് ഡ്രസ്സ് വാങ്ങാന്നുള്ളത് നോറേന്റെ ഒരു ശീലാണ്. അത് എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ ആഴ്ച ബിഗ് ബോസിന്റെ പരിപാടി കഴിയുമ്പോൾ ബിഗ് ബോസ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പോയി മോളിന്ന് ഡ്രസ്സ് മാറ്റി പോയ ആളാണ്. അതാണ് ഞാൻ പറഞ്ഞ അൺപ്രഡിക്റ്റബിൾ നോറ. ബിഗ് ബോസിൽ അങ്ങനെ തന്നെയായിരുന്നു. ഞങ്ങളെ കൊണ്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയി നോറ പറയും ഞങ്ങളനുസരിക്കും. ഈ ബില്ലൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് ഗൈസ്. ഓ നോറ ദംസ്കാന് വ്ളോഗാണ്. ഹോട്ട് സ്വീറ്റ്സ് ഇനുസ്കറിയ എല്ലാം ഇതൊക്കെ കണ്ടിട്ട്. തഞ്ചാവൂർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തഞ്ചാവൂർ മെഡിക്കൽ കോളേജ് റോഡിലാണ് നമ്മുടെ ഹോട്ടലുള്ളത്. KG റെസിഡൻസി ഇൻ. നല്ല സ്റ്റേ ആയിരുന്നു. നമ്മളപ്പോൾ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഇനി നേരെ വീട്ടിലേക്ക് പോകണം. വീട്ടിലേക്കല്ല, സോറി, ഉണ്ടോ വലിയ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഡ്രസ്സ് കിട്ടത്. മറ്റേ പാലത്തിന്റെ അടി അതുപോലെ ആയിട്ടുണ്ട്. മുല്ലപ്പൂ ഇപ്പൊ കുടിക്കാൻ റെഡി ആക്കി വെക്കണം. എന്ത് ന്യൂലി മാരീഡ് ആണോ? ന്യൂലി മാരീഡ്. നിങ്ങൾ എല്ലാവരും അറിയുക നോറയുടെ കല്യാണം കഴിഞ്ഞതാ. മംഗൾസൂത്ര. നോറ ഇപ്പോ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. ആരോടും പറയാതെ തഞ്ചാവൂർ വന്നിട്ട് കല്യാണം കഴിച്ചു. അതെ, അണ്ണനെ നമ്മൾ ഉടനെ റിവീൽ ചെയ്യുന്നതിന് അങ്ങനെ തമിഴ് മരുമകൾ നോറ മുസ്കാൻ. നോറാക്ക അതെ. നോറ உங்க மருமகள் இங்கே வந்திருக்கு. அண்ணி நோரா அண்ணி. அப்போ
നമ്മളിപ്പോൾ നിന്നത് KG റെസിഡൻസി ഇന്നിലാണ്. അപ്പോൾ തഞ്ചാവൂരിൽ നമ്മൾ പറഞ്ഞ പോലെ നല്ല അടിപൊളി സ്റ്റേ ആണ്. തഞ്ചാവൂരിൽ നമ്മൾ 4 പേരും കൂടി ഒറ്റ റൂമാണ് സെലക്ട് ചെയ്ത് അല്ലേ. അടിപൊളി മുട്ടായി സ്യൂട്ട് റൂം, ഫാമിലി റൂം, ചോക്ലേറ്റ്സ്. ഓ ഇത് പുതുമോടിക്കുള്ളതാണ്. അതെ അത് ഫാമിലി റൂം. അപ്പോൾ എന്തായാലും താങ്ക് യു അണ്ണ, താങ്ക് യു സോ മച്ച്, താങ്ക് യു, ബൈ. അപ്പോൾ നോറ നമ്മൾ ഇന്നലെ വന്ന അമ്പലത്തേക്ക്, ഇതാണ് ഇന്നലെ വന്ന അമ്പലം. ഇവിടേക്ക് വീണ്ടും ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ചുരിദാറിട്ട് വന്ന് അപ്പോഴാണ് നമ്മളൊരു സാധനം കണ്ടത്. സേവ് ദ ഡേറ്റ് ആണോ എന്താ അറിയില്ല. പക്ഷെ പണ്ട് നമ്മുടെ അമ്മമാരൊക്കെ ചെയ്ത ഒരു സാധനം ഫോട്ടോഷൂട്ട്, അങ്ങനെ മറ്റേ മരത്തിന്റെ താഴെ ഇങ്ങനെ ഇരിക്കുക. നല്ല രസമുണ്ട്. ഇവിടെ നല്ല കാറ്റുണ്ട്. നല്ല ഞങ്ങളെന്തായാലും ആ പൂട്ടല്ലേ ഞങ്ങളിപ്പോൾ അമ്പലത്തിൽ കയറില്ല. കാരണം ഞങ്ങൾ ഇന്നലെ പോയി തൊഴുത് വന്നു. ഇപ്പോൾ നോറി റസ്മിനും ഫോട്ടോഷൂട്ടിന് വേണ്ടി പോയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ പറഞ്ഞ പോലെ ഇതാണ് നമ്മൾ ടെമ്പിള്. കണ്ടു. അപ്പോൾ നമ്മളിപ്പോൾ ടെമ്പിളിൻ്റെ അവിടെ വന്നിരിക്കുകയാണ്. ഈ നോറേൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ ഇനി എപ്പോഴും കഴിയാറില്ല. ഫുഡ് കഴിച്ചിട്ടില്ല നോറ, കാരണം ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ല. ഡെഡിക്കേഷൻ ലെവൽ. സാരി എടുത്ത് വരണമെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അവസാനം സാധനം മാറ്റി ഇപ്പോൾ ചുരിദാറാക്കിയിട്ടാണ് പോയിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടിലാണ് ടെമ്പിള്. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ എന്താ സ്ഥലം, ദരാസുരം പറഞ്ഞ ടെമ്പിളിൻ്റെ അവിടെയാണ് വന്നിരിക്കുന്നത്. ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ, ഞങ്ങൾ വൈകുന്നേരം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. നല്ല വൈബും നല്ല ആംബിയൻസ് ഒക്കെയാണ്. നല്ല രസമുണ്ട്. വൈബ് ആസ്വദിച്ചിരിക്കുന്നത്. ഇവിടെ ഫുൾ ഇങ്ങനെ പച്ചപ്പോ എന്ന് പറഞ്ഞ സ്ഥലങ്ങളൊക്കെ അതാ. അല്ല ഇതൊന്നും ശനിയല്ലേ? ശനിയാഴ്ചത്തെ അതുകൊണ്ടോ ഈ തഞ്ചാവൂർ വരുന്നവർക്കൊക്കെ ഇവിടെ വരാൻ. എനിക്ക് തോന്നുന്നു കല്യാണം ഉണ്ടായിരുന്നു. ചെറുക്കനെ കണ്ടോ? ഓക്കെ. ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ. ഇവിടെ പുളിയുണ്ട്, പുളിമരം ഒക്കെ. പുളിമരമാണ്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെടുന്നത് ഈ പച്ച പുല്ല് വെച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഇത് ഇങ്ങനെ കാണുന്നത്. ഒരു ഫോട്ടോഷൂട്ടിനൊക്കെ തഞ്ചാവൂർ. ഒരു മിനിറ്റ്. ആരാർക്ക് അതെവിടെ? അതാ ഇത്. മാടത്തെ മൈന ഭാഗ്യ 2 കണ്ടു. ഇങ്ങനെ ക്യാമറയിലാണ്. നല്ല രസമുണ്ട് കേട്ടോ. നമ്മള് ആദ്യത്തെ സ്റ്റേയുടെ അവിടെ ഞാൻ മറ്റേ മയിലിനെ കണ്ടത്. ഇറങ്ങിയ സമയത്ത് മയിലിനെ കണ്ട. പക്ഷെ പെണ്ണയിലായിരുന്നു. വലിയ പീതിയൊന്നുമില്ല. ഇവിടെ ഉണ്ട്. ഇവിടെ 2 മൈന. പക്ഷെ ഇത് നല്ലൊരു ആംബിയൻസ് കേട്ടോ അകത്ത്. നമുക്ക് വേണമെങ്കിൽ അകത്ത് പോവാട്ടോ വേണമെന്നുണ്ടെങ്കിൽ. പക്ഷെ പുറത്തിരിക്കുന്ന കുറച്ചും കൂടി പുറത്തിരിക്കുന്ന പക്ഷെ നല്ല രസമുണ്ട്. നല്ല ശനിയാഴ്ച ആയിട്ടാ തോന്നുന്നു. നല്ല തിരക്കുണ്ട്. ഇന്നലെ വന്നപ്പോൾ ഇത്ര ആൾക്കാരൊന്നും ഉണ്ടായില്ല. ഈ പുളിമരത്തിന്റെ താഴെ നല്ല കുറെ പുളി ഉണ്ടായിരുന്നു. അങ്ങനെ അവസാനം ഞങ്ങളൊരു ചിക്കൻ പീസിന് വേണ്ടി പശുവിൽ നിന്ന് വീണ്ടും ഹ്യൂമനിലേക്ക് ഒരു ട്രാൻസ്ലേഷനാണ് നോറ ആഗ്രഹിച്ചത്. നടന്നിരിക്കുന്നു. ഒരു ചിക്കൻ പീസ് അങ്ങനെ 3-4 ദിവസത്തിന് ശേഷം കഴിച്ചിരിക്കുന്നു. ഇത് വന്നിട്ടുള്ളൂ, ബാക്കി വരും അല്ലേ? ചിക്കൻ കിട്ടാത്തതിന്റെ ഒരു ചിക്കൻ വരാൻ കുറച്ച് ലേറ്റ് ആയി പോയി. പിന്നെ എന്താ അറിയില്ല, എനിക്ക് എത്ര തിന്നിട്ടും മതിയാവുന്നില്ല. ആദ്യം സ്നേഹന്റെ ഒരു റൊട്ടി കഴിച്ചു, പിന്നെ ലിനുവിന്റെ ഒരു എന്തേനും പ്ലെയിൻ നാൻ കഴിച്ചു, പിന്നെ ഇന്റെ 2 ബട്ടർ നാൻ വാങ്ങി. ഇത്രയൊക്കെ കഴിച്ചിട്ടു. ഇനി വരാനുണ്ട്. നമ്മൾ വിചാരിക്കുന്ന ഇവിടുത്തെ കോഴി കുറച്ച് ശോഷിച്ച കോഴി. നമ്മൾ തഞ്ചാവൂരിൽ നിന്ന് റെസ്റ്റോ കഫേ പറഞ്ഞ ഒരു കഫേയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. ഇതാണ് ഫുഡ് കഴിച്ച സ്ഥലം. നല്ല ഫുഡായിരുന്നു. മലയാളികളായിരുന്നു ഇവിടെ. അപ്പോൾ ഗൈസ് നമ്മുടെ യാത്ര ഇതിവിടെ അവസാനിക്കുകയാണ്. ഈ യാത്ര
അപ്പോ ഞങ്ങൾ കൊല്ലംകോട് നിന്ന് എല്ലാവരോടും കൊല്ലംകോട് നിന്ന് ഞങ്ങള് രണ്ടു വഴിക്ക് പോകണം. രണ്ടുപേരും ഒരുമിച്ചുണ്ടാവും, ഞങ്ങൾ കൊച്ചുപേരും ഒരുമിച്ചുണ്ടാവും. അപ്പൊ നമുക്ക് വീണ്ടും അടുത്തൊരു വ്ലോഗുമായിട്ട് കാണാം. അടുത്ത ഡെസ്റ്റിനേഷൻ, പുതിയ പുതിയ സ്ഥലങ്ങൾ, പുതിയ പുതിയ എക്സ്പ്ലോറേഷൻ ഒക്കെ ആയിട്ട്, പുതിയ അമ്പലങ്ങൾ, പുതിയ കാണാത്ത ദൈവങ്ങളും കാണാൻ പോകുന്ന ദൈവങ്ങളും പുതിയ അമ്പലങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇനി പുതിയ പാപങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അടുത്ത അമ്പലത്തിലേക്ക് ഒരു തീർത്ഥാടന യാത്ര ഉണ്ടാവും. അടുത്ത വേളാങ്കണ്ണിയാണ് ഞങ്ങൾ. വേളാങ്കണ്ണിക്കാണ്. അയ്യോ ഒരു ലോറി വരുന്ന കഴിച്ചു. അപ്പൊ അത്രയുള്ളൂ ഗൈസ്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.